4 മണിക്കാറ്റ് ചാവക്കാടുള്ള 4 മണിക്കാറ്റിൽ എത്തിയേക്കണ്ട. ഇത്രയും പരിപാടികൾ 4 മണിക്കാറ്റിലുണ്ട്. എത്ര ആക്ടിവിറ്റീസ് ഉണ്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ബോട്ടിനാണോ? ഏത് ബോട്ടാണ് കൊടുക്കണ? ടിക്കറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. പെഡൽ ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ബോട്ട് വഞ്ചി സഫാരി ഉണ്ട്. 2 കിലോമീറ്റർ കണ്ട് വഞ്ചിയിലോട്ട് ഉള്ളിൽ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട്. നമ്മൾ വഞ്ചി ഇപ്പം എടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. കെട്ടക്കെട്ട് കയറിയാണ്. എത്ര കിലോമീറ്റർ എന്ന് പറയാം? 2 കിലോമീറ്റർ, 1.5 കിലോമീറ്ററാ. എവിടെ പോയിടണ്ടേ? എന്താണ് മുങ്ങിപ്പോകുന്നു? ജാക്കറ്റ് ഇട്ടേക്കണത്. അതാണ് ജാക്കറ്റ്. അതാണ് എന്നെ കളിയാക്കിയത്, പൊങ്ങി കിടന്നോളാന്ന്. പൊങ്ങിക്കിടന്നാ വെള്ളം കുറവാണല്ലോ, കയ്യിടാൻ പറ്റും. അമ്മ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കണം. ആംഗിളാ പാലത്തിൻ്റെ അടി കൂടിയാ പോകാൻ പോണത്. അതെ, കിടക്കേണ്ടി വരും. ആ പാലത്തിൻ്റെ അടി കൂടിയാണ് പോകാൻ പോണത്. ഞാനപ്പ അന്ന് കയാക്കിങ് ചെയ്തപ്പോ ഇതുപോലെ തന്നെ ഒരു പാലത്തിന്റെ എനിക്ക് കാണണ്ടേ? എനിക്കൊന്നും പറ്റൂലടി അമ്മ. അമ്മുന്റെ മുഖമൊക്കെ മാറി പാലടി 5 മണി ഒരു സൈഡിൽ നീ ഇവിടെ എത്തിയാനേ അല്ലേ? എത്തിയാനേ പറഞ്ഞ ഇതിട്ടേക്കണ പൊങ്ങിക്കിടക്കാനാണെന്ന്. നീയും പൊങ്ങിക്കിടന്നോളൂ. സെക്ഷൻ അതെല്ലാം കയാക്കിങ്ങാണ്. അപ്പോൾ ടീംസ് എല്ലാം കയാക്കിങ്ങാണ്. പക്ഷെ ഇത് നൈറ്റാണ് അടിപൊളി. ലൈറ്റൊക്കെ കൂടുതലായി. നമ്മളിപ്പോ 4 മണിയായാലും വന്നപ്പോ 5:30 ഇവിടെ ഇരിക്കും. കയാക്കിങ്ങിന്റെ ബോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് സിംഗിൾ ഉണ്ടാവും, ഡബിൾ ഉണ്ടാവും. ചായ ഏതാണ്ട് ഊഞ്ഞാലി വെള്ളത്തിലോട്ട് കെട്ടിട്ടേക്ക് ഊഞ്ഞാലി. അത് ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ ഓഹോ കെട്ടിട്ടിറങ്ങണ വഞ്ചിയായിരുന്നില്ലേ? ഇത് ശരിക്കും ഇങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ ആടും അല്ലപ്പാ. ഇത് പക്ഷെ ഇത് അനങ്ങുന്നില്ല. ഇത് പക്ഷെ അനങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ എന്ത്
സ്കൂളിലൊക്കെ അങ്ങനെയാണ് ആ പോകുന്നത്. നിറയെ ആൾക്കാരായിരിക്കും. അപ്പൊ 25 വയസ്സ് പോയതാണ്. അങ്ങാടും ഇങ്ങാടും ഇങ്ങനെ അന്ന് മുട്ടിയില്ല അങ്ങനെ കൂടി 5-6 വരാനുണ്ട്. 4 പേര്. അയ്യോ ഇഷ്ടല്ല. നീ ചവിട്ടോ? ഞങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു പോയപ്പോ. ഞാനും മിന്നും ചവിട്ടി വേറെ ആൾക്കാരില്ലേ ചവിട്ടറുണ്ട്. പക്ഷെ പോണ വരത്തിലെത്തിട്ടാണ് വണ്ടി. ഗിയർ വർക്ക് ചെയ്യണില്ല. കാറ്റിനൊത്ത് പോയിക്കൊണ്ട് എങ്ങനെങ്ങാണ്ടോ എത്തി. ഇല്ല, പിന്നെ ഞങ്ങള് മുട്ടിച്ച് ഇപ്പുറത്തോട്ടൊക്കെ ആക്കി കൊടുത്തു. അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാത്രിയാകുമ്പോഴത് സെറ്റ് ആവുള്ളൂ തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ കുട്ടികളുടെ കൈയാക്കി. അതേ കുഞ്ഞുങ്ങളുടെ പിള്ളേരുടെ ഇവിടെ മാത്രം കാക്കാനടി. വലിയ ആൾക്കാരുടെ അപ്പുറത്താ. പിള്ളേരുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പറഞ്ഞ കേട്ടാ ബാലൻസ് ഞാൻ അങ്ങോട്ട് തിരിക്കാം. നല്ല കളി. ആ ചേച്ചി പെട്ടോന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആ ചേച്ചി പെട്ടോന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ചേച്ചിക്ക് മതിയായോ? വഞ്ചിക്ക് ഇഷ്ടംപോലെ ആൾക്കാരായാലോ. നാല് മണിക്കാറ്റ്.